ഇണയെ കുളിപ്പിച്ച് ഉത്തേജിതയാക്കി കിടപ്പറയിലെത്തിച്ച് വീഴ്ച നടത്തുന്ന ചില ഭാവനാശാലികളുണ്ട്. ഇണയുടെ വികാരമേഖലയായ കുളിമുറിയിൽ വെച്ച് ഉത്തേജിപ്പിക്കുന്നു. സോപ്പും തേക്കലും കഴുകലും അമർത്തിയുഴിയലും കഴിയുമ്പോൾ ഇണയിൽ വികാരം പരകോടിയിലെത്തും. ആമുഖലീലയുടെ ഏറ്റവും തീവ്രമായ അനുഭവങ്ങൾ നൽകാൻ കുളിമുറിക്ക് കഴിയും. വെറുതെ വെള്ളത്തിൽ കഴുകുന്നത് തന്നെ വികാരജനമാണ്. അപ്പോൾ പരിമളം പരത്തുന്ന സോപ്പുപതയുടെ അകമ്പടിയോടെ ആ ശരീരമാകെ നടത്തുന്ന ഒരു പര്യടനം എന്തെന്ന് അനുഭൂതികളാകും ഉണ്ടാക്കുക. പങ്കാളിയെ കുളിപ്പിക്കുന്നത് ഒരു തമാശ കൂടിയാണ്. സംഭാഷണ ചാതുര്യം കൂടിയുണ്ടെങ്കിൽ ഈ നിമിഷങ്ങൾ ആസ്വാദ്യകരവും ഊഷ്മളവുമാകാം. അധികം വിസ്തരിച്ചാൽ അശ്ലീലമായേക്കാവുന്ന ഒട്ടേറെ യന്ത്രങ്ങൾ കുളിമുറി രതിയിലുണ്ട്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഗർഭനിരോധന ഉറകൾ കുളിമുറിയിൽ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ കുളിമുറിയിൽ സാധാരണ ഉറകൾ ഉപയോഗിക്കുന്നത് അഭികാമ്യമല്ല. വീഴ്ച സുരക്ഷിതമാക്കുന്നതിന് ഉറകളിൽ ലൂബ്രിക്കൻ്റ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാമല്ലോ. KY ജെല്ലി, ആസ്ട്രോഗ്ലൈഡ് എന്നീ ലൂബ്രിക്കൻറ്റുകളാണ് സാധാരണ ഉറകളിൽ ഉപയോഗിക്കുന്നത്. സ്ത്രീശരീരം ഉത്തേജിതമാക്കുമ്പോൾ യോനിയിൽ സ്രവിക്കുന്ന കൊഴുത്ത ദ്രാവകവും ലൂബ്രിക്കൻ്റായി പ്രവർത്തിക്കും. വെള്ളത്തിൽ ലയിക്കുന്ന ലൂബ്രിക്കൻറ്റുകളാണ് KY, ആസ്ട്രോഗ്ലൈഡ് എന്നിവ. കുളിമുറിയുടെ രതിക്കിടെ ഉപയോഗിക്കുന്ന ഉറകൾ സ്വാഭാവികമായും വെള്ളം വീണ് നനയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ലൂബ്രിക്കൻറ്റുകൾ വെള്ളത്തിൽ ലയിച്ച് ഉപയോഗശൂന്യമാകും. സ്ത്രീ വേണ്ടത്ര ഉത്തേജിതയാവാതെയാണ് വീഴ്ച നടത്തുന്നതെങ്കിൽ ഘർഷണം മൂലം ഉറ പൊട്ടാനും സാധ്യതയുണ്ട്. ഇത് ആശ്വാസമല്ലെന്ന് അപ്പോൾ മനസ്സിലായല്ലോ. സിലിക്കൺ അടങ്ങിയ ലൂബ്രിക്കൻ്റുള്ള ഉറകൾ ഉപയോഗിച്ചാൽ ഈ പ്രശ്നം മറികടക്കാം. വൈറ്റ് പ്ലാറ്റിനം പോലുള്ള ലൂബ്രിക്കൻ്റുകളിൽ സിലിക്കൺ അടങ്ങിയിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങൾ മുൻകൂട്ടി കണ്ട് തയ്യാറാക്കിയ ഇത്തരം ഉരകൾ വീഴ്ചയുടെ ദൈർഘ്യവും കൂട്ടുമത്രേ. ആമുഖലീലകളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പുതിയ പഠനം പുറത്തു വന്നു കഴിഞ്ഞു. ജേണൽ ഓഫ് സെക്ഷൽ മെഡിസിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് അതാണ് പറയുന്നത്. ശരീരത്തിലെ ഓരോ ഭാഗത്തേക്കും ഉത്തേജിപ്പിക്കാനാണ് പരീക്ഷണത്തിനെത്തിയവരോട് അവർ നിർദ്ദേശിച്ചത്. ഒരു പ്രത്യേക താളത്തിൽ മുലക്കണ്ണിയിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദം സ്ത്രീകളെ ലൈംഗികമായി ഏറെ ഉത്തേജിപ്പിക്കുമെന്ന് പരീക്ഷണങ്ങൾ തെളിയിച്ചു. യോനി, ഗർഭാശയമുഖം, മുലക്കണ്ണ്, ക്രിസരി എന്നിവയെ ഉത്തേജിപ്പിക്കുമ്പോൾ അത് സ്ത്രീകളിൽ എന്തു മാറ്റമാണ് ഉണ്ടാക്കുന്നതെന്നാണ് പഠന വിധേയമാക്കിയിട്ടുള്ളത്. ക്രിസരിയും യോനിയും ഗർഭാശയമുഖവും ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ സജീവമാകുന്ന തന്തുക്കൾ തന്നെയാണ് മുലക്കണ്ണിൻ്റെ കാര്യത്തിൽ ഉണരുന്നതെന്ന് ശാസ്ത്രകാരന്മാർ മനസ്സിലാക്കി. ചുരുക്കത്തിൽ മാറിടത്തിൽ ഒരു താളത്തിൽ ഉത്തേജനം നൽകാൻ സാധിച്ചാൽ അവളെ രതിമൂർച്ചയിൽ എത്തിക്കാൻ സാധിക്കും.